ഇതിൽ പറയുന്നത് മറ്റ് അധ്യാപകരെ കൂടി ഇതിൽ അന്വേഷണ പരിധിയിൽ വരണമെന്ന്, അങ്ങനെ എല്ലാ അന്വേഷണത്തോടും സഹകരിക്കുമോ? അതെ, നമ്മൾ തെറ്റ് ചെയ്യാത്തവർക്ക് എന്തിനാ ഭയം? ആരും തന്നെ മറ്റാരും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇവർ രണ്ടുപേരും ഒരു ഗ്യാങ് ആയിരുന്നു. നമ്മൾ ഇതെന്താണ് ഇവർ ഗ്യാങ് ആയതെന്ന് നമ്മളിങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇവരെ കുടുംബ പ്രശ്നങ്ങൾ കൈകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതിയത്. നമ്മളങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഇവരെന്താണ് ഇങ്ങനെ ഗ്യാങ്ങായിട്ട് എപ്പോൾ ഒന്നിച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ കരുതുമ്പോൾ ഒക്കെ എപ്പോൾ ഫോണും ഒക്കെ വിളിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതൊന്നൊക്കെ നമ്മൾ വരുമ്പോൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ ഫാമിലി പ്രശ്നം ആണ് എന്ന് തന്നെയാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ലഹരിക്കെതിരെ വലിയ ബോധവൽക്കരണ പരിപാടി സൂംബ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ഒരു ട്രെയിനർ ആയിരുന്ന കീർത്തന. അതെ, അവർ PET എന്താണ് ഈ കാര്യത്തിലൊക്കെ നല്ല പിന്നെ അവഗാഹമുള്ള കുട്ടിയാണ്. അപ്പം സൂംബ ഡാൻസ്, യോഗ ക്ലാസ് എവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തരത്തിലാണ്. പിന്നെ ഇവർക്ക് സാലറി ഒക്കെ കുറവാണ്. അപ്പം അതുകൊണ്ട് സൈഡ് ബിസിനസ്സായിട്ട് ആണ് യോഗയൊക്കെ ക്ലാസ്സൊക്കെ നടത്തുന്നത് എന്നുള്ള ധാരണയിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതുമല്ല, ഇവർക്ക് ആഴ്ചയിൽ 3 ദിവസമേ BRCയിൽ വരണ്ടൂ. അത് തന്നെ 2 ദിവസം ഒരു സ്കൂള്, ഒരു ദിവസം ഒരു സ്കൂള്, അങ്ങനെ ആകെ 3 ദിവസമേ വരണ്ടൂ. അല്ലാത്ത ദിവസങ്ങളിൽ ഇവൾ എവിടെ പോകുന്നതെന്ന് നമ്മൾ നോക്കുന്നില്ല. ഡാൻസിനൊക്കെ പല സ്ഥലത്തും പോയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇവിടെ മാത്രമൊന്നുമല്ല, പല പിന്നെ നമ്മളെ ഉപജില്ല വിട്ട് BRC വിട്ട് ഒക്കെ സുംബ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. നിരന്തരം ഈ ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത് ഈ ലഹരിക്കടത്തിനാണെന്നോ അങ്ങനെയുള്ള വിവരം എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോ? ഇവരെ ബന്ധുക്കൾ ആരൊക്കെ ബാംഗ്ലൂരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലാണ്ട് മറ്റ് ലഹരി ആയിട്ട് ബന്ധമുണ്ടോയെന്ന് എനിക്ക് മുന്നറിവില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലല്ലോ. BRCയുടെ വിശദീകരണമാണ് ഇത് സംബന്ധിച്ച് നമ്മൾ കേട്ടത്. BRCയിലെ ഈ മറ്റ് അധ്യാപകർ ഇതിൻ്റെ വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉള്ളത്.